മോനെ വന്നോ? അയ്യോ, ഇതെന്തൊരു കോലമാണ്ടാ, ആകെ അങ്ങ് വാടിയല്ലോ എൻ്റെ കുഞ്ഞ്. ലളിത ഓടിയിറങ്ങി ശരത്തിനെ ചേർത്ത് പിടിച്ചു. വന്നപ്പോഴേ കേട്ട വാർത്ത കൊള്ളാലോ ലളിതേ. ചിരിയോടെ ശാരദ അകത്തേക്ക് കയറി. ശാരദ, അതോ ഇതെൻ്റെ കളിക്കൂട്ടുകാരിയാ അഭിരാമി, ടീച്ചറാണ്. അവളുടെ മോൻ IPS ഇപ്പം ചാർജ് എടുത്തേ ഉള്ളൂ. അഭിക്കൊരാഗ്രഹം, നമ്മുടെ പാറുവിനെ അരുണിന് കൊടുക്കുമോ എന്ന് നേരിട്ട് ചോദിക്കാൻ വന്നതാ. എന്നോട് പോലും പറയാതെ മോളോടാ ആദ്യം ചോദിച്ചത്. അവളതേ മിഴിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? അകത്തേക്ക് അവരെ ആനയിച്ചുകൊണ്ട് ലളിത വിശേഷം പങ്കുവച്ചു. ശരത്തിൻ്റെ കണ്ണുകൾ പാറുവിൽ തങ്ങി. അവൻ്റെ മുഖത്ത് വേദന, കണ്ണുകളിലെ നിരാശ, മുഖത്ത് വളർന്ന കുറ്റിരോമങ്ങൾ ഒക്കെയും പാറുവിനെ വേദനിപ്പിച്ചു. അവളവനെ കണ്ണു കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുക എന്ന്, പക്ഷെ അവൻ തല കുനിച്ചു പിടിച്ചു. പാറുവിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവൻ്റെ ആ നിരാശാഭാവം അവളെ ഏറെ വേദനിപ്പിച്ചു. പാറു, ചെല്ല്, കുടിക്കാനെടുത്തിട്ട് വാ. അവൾ മെല്ലെ അകത്തേക്ക് വലിഞ്ഞു. ഒപ്പം അവനും എന്തെങ്കിലും പറഞ്ഞു വന്നിരുന്നെങ്കിൽ എന്നവൾ വെറുതെ ആശിച്ചു. പക്ഷേ അത് ആശയായി മാത്രം അവസാനിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ മാറ്റം അവളെ വേദനിപ്പിച്ചു. അവൻ്റെ മാറ്റത്തിനുള്ള കാരണം അറിയാൻ അവൾക്ക് തിടുക്കം തോന്നി. അവൾ ജ്യൂസുമായി ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവർ പവിയെ കാണാൻ കയറി. അതുകൊണ്ട് അവൾ അവനായി കാത്തു നിന്നു. അവൻ പവിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. തന്നോട് മാത്രം എന്താ അവൻ മിണ്ടാത്തതെന്നവൾ വേദനയോടെ ഓർത്തു. ആ സമയത്താണ് ചന്തു അവിടേക്ക് തകർന്നവളെ പോലെ കയറി വരുന്നത്. ചേച്ചി, ഇതെന്താ ഇങ്ങനെ? അവളുടെ വിയർത്ത് കുളിച്ച മുഖം കണ്ട് പരിഭ്രാന്തിയോടെ പാറു ചോദിച്ചു. ഒന്നുമില്ല മോളെ. ശാരദേച്ചി വന്നോ? ആ ചേച്ചി, അവർ പവിയുടെ റൂമിലുണ്ട്. മോളെ, എനിക്ക് കുടിക്കാൻ എന്തേലും? അയ്യോ, ഇതാ കുടിക്കുക ചേച്ചി. അവൾ പെട്ടെന്ന് ജ്യൂസ് എടുത്തു കൊടുത്തു. ചന്തു അത് ആവേശത്തോടെ കുടിക്കുന്നത് കണ്ട് പാറുവിൻ്റെ മുഖം ചൊളിഞ്ഞു. അവൾ ചന്തുവിനോട് ചേർന്നിരുന്നു. ചേച്ചി, എന്താ എൻ്റെ ചേച്ചിക്ക്? ഒന്നുമില്ല മോളെ. ഞാൻ ഇന്നും ഇന്നലെ അല്ല എൻ്റെ ചേച്ചിയെ കാണാൻ തുടങ്ങിയത്. മുഖത്ത് നോക്കി ഞാൻ പറയും ചേച്ചിയുടെ ഉള്ളിൽ എന്താണെന്ന്. അവളുടെ ആ വാക്കുകൾ കേട്ടതും ചന്തുവിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. നമുക്ക് പോകാം പാറു, നമ്മുടെ നാട്ടിലേക്ക്. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവളത് പറയുമ്പോൾ പാറുവിൻ്റെ നെഞ്ചിൽ തണുപ്പ് പടർന്നു. ചേച്ചി, അല്ലേലും നമുക്ക് ഈ നാട് ശരിയാകില്ല. പിന്നെ നമ്മുടെ പവിമോൾക്ക് വേണ്ടിയല്ലേ. ആദ്യ ചെക്കപ്പെങ്കിലും കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ ചേച്ചി. പാറു പറഞ്ഞതും ചന്തു അവളുടെ തോളിലേക്ക് ചാഞ്ഞു. അത് കണ്ടുകൊണ്ടാണ് ലളിതയും കൂട്ടരും പുറത്തേക്ക് വന്നത്. മോളെ, ശാരദയുടെ ശബ്ദം കേട്ടതും ചന്തു മുഖം അമർത്തി തുടച്ചെണീറ്റു. ശാരദേച്ചി, അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. സുഖാണോ മോളെ? അതെ ചേച്ചി. ചേച്ചിക്കോ? ഓ, നിങ്ങളില്ലാതെ എന്ത് സുഖം. അങ്ങനെ പോകുന്നു. ഞാനും എൻ്റെ കുഞ്ഞും ഒറ്റപ്പെട്ടതുപോലായിപ്പോയി. അതിനെന്താ, ഇനി നിങ്ങൾ കൂടെ ഇവിടെ നിൽക്കൂന്നേ. വെറുതെ എന്തിനാ ആരുമില്ലാതെ നാട്ടിൽ കിടക്കുന്നേ? ഇവിടെ ആകുമ്പോൾ മോന് നല്ല ജോലിക്കും ശ്രമിക്കാം. ടീച്ചർ അഭിപ്രായം പറഞ്ഞു. അതൊന്നും വേണ്ട, ഞങ്ങൾ ഇന്ന് തന്നെ പോകും, ശരത്ത് പെട്ടെന്ന് പറഞ്ഞു. ഞെട്ടലോടെ പാറു അവനെ നോക്കി. അയ്യോ, അതെന്ത് പറച്ചില്ല മോനെ. ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, അത് മനസ്സിലാകും. പക്ഷെ 2 ദിവസമെങ്കിലും കഴിഞ്ഞു പോകാം മോനെ. 2 ദിവസം കഴിഞ്ഞാലും പോകണ്ടേ അമ്മേ? അതിന്ന് തന്നെ ആയാൽ അത്രയും നല്ലത്. ആർക്ക് നല്ലത്? പാറു ഉറക്ക ചോദിച്ചതും എല്ലാവരും ഞെട്ടി. പാറു, എന്താ മോളെ ഇത്? അല്ല, പറയുന്നത് കേട്ടില്ലേ? നമ്മളിവിടെ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്ന പാട് നമുക്കറിയാം. എങ്ങനെയും നാട്ടിലെത്തണമെന്ന് ഒറ്റ ചിന്തയാ രാവും പകലും. നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം നാട്ടിലാണെന്ന് നമുക്കല്ലേ അറിയൂ. നമ്മുടെ മനസ്സെന്താ ആരും കാണാത്തത്? പറഞ്ഞു പറഞ്ഞ് അവളുടെ ശബ്ദം ഇടറിപ്പോയി. എല്ലാവരുടെയും മുഖത്ത് വിഷമം നിറഞ്ഞു. അമ്മേ, നമുക്ക് നാട്ടിലേക്ക് പോകാം അമ്മേ. ചന്തു പറഞ്ഞതും ടീച്ചർ ഞെട്ടലോട് അവളെ നോക്കി. ലളിത ഞെട്ടലോട് അവളെ നോക്കി. അപ്പം മോളുടെ ജോലി? അതിനി ഇല്ലമ്മേ. നമുക്കിനി മോളെ അവിടെ ചെക്കപ്പിന് കൊണ്ടുപോകാം അമ്മേ. നാളെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പോകാം അമ്മേ. എന്താ മോളെ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രം? ടീച്ചർ കണ്ണുകൾ ചുരുക്കി ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല ടീച്ചർ. എൻ്റെ അനിയത്തിമാർക്ക് ഞങ്ങളുടെ നാടാ ഇഷ്ടം. പിന്നെ അവിടുന്ന് വന്നതിൽ പിന്നെ എൻ്റെ പാറു ശരിക്കും കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ എന്താകും? അതോർത്താ ചന്തുമോൾ അങ്ങനെ പറയുന്നേ. എനിക്കും അങ്ങനെ തന്നെയാ. അപ്പം ഞാൻ ചോദിച്ചതിന് ഒരു തീരുമാനം പറഞ്ഞില്ലല്ലോ അമ്പി.
പെൺകുട്ടികൾ എന്നായാലും സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് നിൽക്കേണ്ടവർ തന്നെയല്ലേ? ആൻറ്റി, അതെനിക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ആരെങ്കിലും വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ അമ്മയും ചേച്ചിയെയും പവിമോളെയും കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ശാരദേച്ചി, ശരത്തേട്ടൻ. അവൾ പറഞ്ഞുകൊണ്ട് ശരത്തിനെ പാളി നോക്കി. അവൻ്റെ മുഖം വിടർന്നിരിക്കുന്നത് കണ്ടതും അവൾ മുഖം വീർപ്പിച്ചു പിടിച്ചു. ചോറി, അവൻ ചുണ്ടിൽ വെച്ച് പറഞ്ഞതും അവൾ പുച്ഛിച്ചു വിട്ടു. അവൻ ചുണ്ടുകൂർപ്പിച്ച് അവൾക്ക് നേരെ ഉമ്മ പരത്തി. രണ്ട് കണ്ണുകൾ ആ ഒരു മൊമെന്റ് പിടിച്ചെടുത്തു. ആ കണ്ണുകൾ വിടരുകയും ചെയ്തു. ടീച്ചർക്ക് ചന്തുവിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നി. എങ്കിലും അവർ കുഞ്ഞിയുമൊപ്പം അവിടെ കുറേ സമയം ചെലവഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയതും ശരത്തും ശാരദയും കഴിക്കാനിരുന്നു. അമ്മ ഇരിക്കേ, ചേച്ചി ഇരിക്കേ, ഞാൻ എല്ലാവർക്കും വിളമ്പാം. എന്നാ പിന്നെ മോളും ഇരിക്കേ, ഒന്നിച്ചങ്ങ് കഴിക്കാം. ചന്തു പറഞ്ഞതും ശരത്ത് കവളിൽ നെല്ലിക്ക ഉണ്ടാക്കി അവളെ നോക്കി പുരികമുയർത്തി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് മാത്രമേ ചേറൊഴിഞ്ഞു കിടപ്പുള്ളൂ. മസില് പിടിച്ചു നിൽക്കുന്ന അവളെ അടുത്ത് കിട്ടാൻ അവൻ കാത്തിരിക്കുകയാണ്. അവൾ ശാരദയൊന്ന് നോക്കി. എന്നാ പിന്നെ ശാരദേച്ചി ശരത്തേട്ടൻ്റെ അടുത്തേക്ക് ഇരിക്കുക, ഞാൻ ചേച്ചിയുടെ ഒപ്പം ഇരിക്കാം. അവളുടെ ആ പറച്ചിൽ കേട്ട ശരത്ത് കാറ്റഴിച്ചു വിട്ട ബലൂൺ കണക്കെ ആയിപ്പോയി. തികട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൾ ചന്തുവിൻ്റെ അരികെ ഇരുന്നു. അവർ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെയും തൃപ്തിയോടെയും ഭക്ഷണം കഴിച്ചു. എന്നാൽ ചന്തു മാത്രം പാത്രത്തിൽ വിരൽ കറക്കിക്കൊണ്ട് വെറുതെയിരുന്നു. അവളുടെ ഉള്ളിൽ നിറയെ മഹിയുടെ മുഖം മാത്രമായിരുന്നു. ചേച്ചി, ഇതെന്താ വെറുതെ കോറിക്കൊണ്ടിരിക്കുന്നേ? ചേച്ചിക്ക് വിശപ്പില്ല മോളെ. അയ്യോ, അങ്ങനെ പറയല്ലേ. നല്ല ഒന്നാം തരം ചിപ്പിക്കൂൺ ഫ്രൈ ഉണ്ട്. ചേച്ചിക്കത് വലിയ ഇഷ്ടമല്ലേ? ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാ. പാറു വച്ചടിച്ചു. ശരിയാ, നല്ല കൂൺ ഫ്രൈ. എൻ്റെ ചെക്കൻ്റെയും ഫേവാണ്. എന്തായാലും മോൾ ഇന്ന് തന്നെ അത് ഉണ്ടാക്കിയത് നന്നായി. ഞങ്ങൾക്കും കഴിക്കാൻ പറ്റിയല്ലോ. അയ്യോ, ശരത്തേട്ടന് ഇതിഷ്ടമാണോ? സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു ശാരദേച്ചി. ഞാൻ എൻ്റെ ചേച്ചിയെ മാത്രമേ ഓർത്തുള്ളൂ. പാറു അത് പറഞ്ഞതും ശരത്ത് അവളെ കൂർപ്പിച്ചു നോക്കി. നിനക്കറിയില്ല അല്ലേടി? ഞാൻ കാണിച്ചു തരാൻ നിന്നെ. അവനുള്ളിൽ മുറുമുറുത്തുകൊണ്ട് കുനിഞ്ഞിരുന്നു. കടക്കണ്ണിൽ വീക്ഷിച്ച പാറുവിന് ചിരി വന്നുപോയി. അവൾ അവനെ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. ചുരുങ്ങിയ ദിവസം കൊണ്ട് അവനാകെ ക്ഷീണിച്ചതുപോലെ അവൾക്ക് തോന്നി. അവളുടെ മനസ്സ് അവൻ്റെ മടിയിൽ കയറിയിരുന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കവളിൽ അമർത്തി ഉമ്മ വെച്ചു. പക്ഷെ റിയലായിട്ടോ കൊച്ചേറും പിടിച്ചങ്ങനെ ഇരുന്നു. പെട്ടെന്ന് ചന്തു എണീറ്റ് പോയതും ശാരദയും ലളിതയും എണീറ്റു. അവർ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അകത്ത മുറിയിൽ വിശ്രമിക്കാൻ കയറി. ചന്തു നേരെ പവിയുടെ മുറിയിലും. അതോടെ ചെക്കൻ്റെ കണ്ണുകൾ പാറുവിൽ അലഞ്ഞു തുടങ്ങി. അവളാണെങ്കിൽ ഓരോ കറിയും ആസ്വദിച്ചുകൊണ്ട് ചോറ് വാരി വാരി കഴിക്കാൻ തുടങ്ങി. അവൻ കാല് നീട്ടി അവളുടെ കാലിലൊരു തട്ട് വെച്ചു കൊടുത്തു. അവൾ നിവർന്നു പോലും നോക്കാതെ പാത്രം വിരൽ കൊണ്ട് വടിച്ച് നാവിൽ വെച്ചുകൊണ്ട് എണീറ്റ് പാത്രങ്ങളുമായി കിച്ചണിലേക്ക് നടന്നു. അവന് ശരിക്കും ദേഷ്യം വന്നു. അവൾ പോയ പിന്നാലെ അവൻ പാത്രവുമായി എണീറ്റ് അവളുടെ പിന്നാലെ നടന്നു. സിങ്കിൽ പാത്രങ്ങൾ കഴുകി തുടങ്ങി അവളെ ദേഷ്യത്തിൽ പിന്നിൽ നിന്നും ഇറുക്ക പിടിച്ച് തിരിച്ചു നിർത്തി അവളുടെ ചുണ്ടിൽ ചേക്കേറി. അവൾ കുതറിയെങ്കിലും അവൻ്റെ പിടിയെ വിടുവിക്കാൻ അവൾക്കായില്ല. അവൻ്റെ ചുംബനം വന്യമായി തീർന്നു. അതോടൊപ്പം കൈകളുടെ മുറുക്കം കൂടി. അവൾക്കറിയാം അവൻ്റെ ദേഷ്യം, വിഷമം ഒക്കെയാണ് അവൻ പകർന്നു നൽകുന്നതെന്ന്. അവൾ അവനെ ഇറുകി അങ്ങ് പുണർന്നു. ഒപ്പം ആ ചുംബനം അവൾ ഏറ്റെടുത്തു. അതോടെ അവൻ്റെ ദേഷ്യം കുറഞ്ഞു. അവളുടെ ആ ഒരു പ്രവൃത്തി മാത്രം മതിയായിരുന്നു അവനെ സമാധാനിപ്പിക്കാൻ. ഇരുവരും നിമിഷങ്ങളോളം അങ്ങനെ നിന്നു. ഒരാൾ മാറി മറ്റേയാൾ ഏറ്റെടുത്ത് ചുംബനം അങ്ങനെ നീണ്ടുപോയി. അവസാനം കിതപ്പോടെ അവൾ അവൻ്റെ നെഞ്ചിൽ ചാരി. അവനും വല്ലാതെ കിതച്ചു പോയിരുന്നു. കിതപ്പൊന്നടങ്ങിയതും അവർ പരസ്പരം നോക്കി. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. പൊടുന്നനെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. എത്ര ദിവസമായി പെണ്ണെ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ പിറന്നു വീണതു മുതൽ ഞാൻ നിന്നെ ഒരു ദിവസം പോലും കാണാതിരുന്നിട്ടില്ല. എന്നിട്ടിപ്പോൾ പരസ്പരം പ്രണയിച്ചു തുടങ്ങിയ ശേഷം ആദ്യായ ഇത്രയും ദിവസം തമ്മിൽ കാണാതിരിക്കുന്നേ. എനിക്കെങ്ങനെ ഇരുന്നെന്ന് അറിയോ കിച്ച? ഭ്രാന്ത് പിടിക്കും പോലെ അലറി വിളിക്കാൻ തോന്നി. സകലരോടും ദേഷ്യം തോന്നി. വിശപ്പില്ല, ദാഹമില്ല. അങ്ങനെ ഇന്നും കൂടി ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലേ ഞാൻ മരിച്ചു പോയേനെ. ഒറ്റ ഓട്ടത്തിന് എൻ്റെ കിച്ചൻ്റെ അടുത്തേക്ക് എത്താൻ കൊതിച്ചു. ചിറകുകളുണ്ടെങ്കിൽ എന്നാഗ്രഹിച്ചു പോയി. എനിക്ക് ലുട്ടാപ്പിയില്ലാതെ പറ്റില്ല. അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ ഉമ്മ വെച്ച് പറഞ്ഞു.
ഇത്രയും ദിവസം കാണാതെ ഇരുന്നതുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ പാറുസേ? നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ട് അതിൻ്റെ ആഴം അളക്കാൻ കഴിഞ്ഞിരുന്നില്ല അല്ലേ? ഈ പെണ്ണ് എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നവളാണെന്ന് എനിക്ക് ബോധ്യമായി. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഇവിടുന്ന് പോകും മുന്നേ ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് ഈ പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന്. കിച്ച, അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. അതേടാ, ഒരു തരത്തിൽ ചിന്തിച്ച ഇത്രയും വർഷം നമ്മൾ നമ്മുടെ വീട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുമല്ലേ? അതിനെ തുടർന്ന് പോകണ്ട. ഇനിയും നല്ല നല്ല ആലോചനകൾ വന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും. എനിക്കങ്ങനെ നിന്നെ നഷ്ടപ്പെടാൻ വയ്യടാ. നിന്റെ പഠിത്തം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാരേജ്. അത് വേണം പാറൂസേ. നിന്നെ ഒരാൾ ആ മോഹത്തോടെ നോക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല. അപ്പോഴാ ഒരാൾ അതേ ആഗ്രഹത്തോടെ വന്നിരിക്കുന്നത്. വേണ്ട, ഇനിയും അത് പാടില്ല. അയാൾ ഇവിടെ വന്നിരുന്നു അല്ലേ? ഇനിയും വരുമ്പോൾ എന്നോട് പറ. ഞാൻ പറയാം പാറു എൻ്റെ പെണ്ണാണെന്ന്. അയാളുടെ അമ്മയോട് വെട്ടി തുറന്നു പറയാൻ ഉള്ളിങ്ങനെ തുടിക്കുമായിരുന്നു. പക്ഷെ നിന്റെ മൗനം അതാ എന്നെ വേദനിപ്പിച്ചത്. അതിൻ്റെ ഒരു എഫക്റ്റാ ഞാൻ എൻ്റെ കൊച്ചിനോട് കാണിച്ചത്. സോറി പാറൂസേ. അതാ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നാലും എൻ്റെ കിച്ച, ഇതെന്ത് കോലവാ? അറ്റ്ലീസ്റ്റ് ഈ കുറ്റിത്താടിയെങ്കിലും ഷേവ് ചെയ്യണ്ടേ? ഇതിപ്പോൾ നിരാശ കാമുകൻ്റെ ലുക്കായി പോയല്ലോ. ഞാൻ ഓർത്തു, ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് തമ്മിൽ കാണുന്ന നിമിഷം കടുവയിലെ പൃഥ്വിയെ പോലെ സ്റ്റൈലായിട്ട് വന്ന് നിൽക്കുമെന്ന്. ഇതിപ്പോ വാരണമായിരത്തിലെ സൂര്യയായി പോയല്ലോ കിച്ച. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ നിറഞ്ഞ മിഴികൾ കണ്ട് വല്ലാതെയായി. എന്താ കിച്ച? പൊടുന്നനെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് തേങ്ങി. നമുക്ക് പോകാം പാറൂസേ, നമ്മുടെ ലോകത്തേക്ക്. നീ ഇവിടെയും ഞാൻ അവിടെയും. നീര് ദിവസം തള്ളി നീക്കാൻ എനിക്ക് വയ്യടാ. കിച്ച, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവർ നിമിഷങ്ങളോളം അങ്ങനെ നിന്നു. അതേസമയം കുളി കഴിഞ്ഞിറങ്ങിയ മഹി ചന്തുവിനെ തിരക്കുകയാണ്. അവളെ എവിടെ കാണാത്തതും അവനും എന്തോ വെപ്രാളം തോന്നി. അവൻ പെട്ടെന്ന് താഴേക്ക് സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. അവൻ കിച്ചണിലേക്ക് എത്തി നോക്കി. എന്താ മഹി, കോഫി വല്ലതും വേണോ? ഉമ അവനെ കണ്ടപാടെ ചോദിച്ചു. അവൻ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു. മോനെ. അവൻ നിന്നു. ദത്തിൻ്റെ വിവരം എന്തേതോ അറിഞ്ഞോ? വിവരം അറിഞ്ഞോ? ഇന്നലെ മുതൽ അവനെപ്പറ്റി ഒരു വിവരവുമില്ല. എവിടാണെങ്കിലും ദേവ് വിളിച്ചാൽ എടുക്കുന്നതാ. ഇതിപ്പോൾ ബെല്ലുണ്ട്, പക്ഷെ അവൻ എടുക്കുന്നില്ല. ആരെ ആകെ വിഷമത്തിലാ. മോനെ കൊണ്ട് എന്തേലും നടക്കുമെങ്കിൽ. അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് മുറ്റത്ത് നിന്ന് വൊമിറ്റ് ചെയ്യുന്ന ലച്ചുവിനെ കണ്ടത്. അവളുടെ നിൽപ്പും ഭാവവും കണ്ടതും അവൻ അകത്തേക്ക് തന്നെ കയറി. ഏട്ടത്തി എണീറ്റിട്ടില്ലേ? താഴേക്ക് കണ്ടതേ ഇല്ലല്ലോ. ദേവു അത് ചോദിക്കുമ്പോഴാണ് ലച്ചുവിനെ കാണുന്നത്. അയ്യോ, ലച്ചുവേച്ചിക്ക് എന്താ പറ്റിയേ? കുറച്ച് ദിവസമായല്ലോ ആകെ ഒരു വല്ലായ്മ. പെണ്ണാണെന്ന ബോധമില്ലാതെ കാണിച്ചു കൂട്ടിയതിൻ്റെ ശേഷിപ്പ്. മഹി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ദേവു ലച്ചുവിനെ നോക്കി. അവളുടെ ക്ഷീണവും തളർച്ചയും കണ്ടുകൊണ്ട് ദേവു അകത്തേക്ക് ഓടി. വല്യമ്മേ, ദേ ലച്ചുവേച്ചി വൊമിറ്റ് ചെയ്യുന്നു. ഇവളെ കൊണ്ട് തോറ്റല്ലോ എൻ്റെ മഹാദേവ. ഉമ്മ പുറത്തേക്ക് വന്നതും അവളുടെ രീതിയും ഭാവവും കൂടാതെ വൊമിറ്റ് ചെയ്തെന്ന് കൂടി കണ്ടപ്പോൾ ഉമ്മയ്ക്ക് തല കറങ്ങിപ്പോയി. എടി, നീ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു കുളിച്ചല്ലോ മഹാപാപി. ലച്ചുവിൻ്റെ പുറത്ത് തല്ലിക്കൊണ്ട് ഉമ്മ അലറി വിളിച്ചു. ദേ തള്ളേ, ഒന്നാമത് വയറ്റിലുള്ളത് മുഴുവൻ പുറത്തു വന്നു. അപ്പോഴാ അവരുടെ ഒരു നിങ്ങളെ ആരാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത്? നിന്റെ വയറ്റിലുള്ളത് കാരണമാടി നീ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. ആരാടി ഇതിൻ്റെ ഉത്തരവാദി? പിഴച്ചവളെ, ഇത്രയും കാലം അഹങ്കാരിയാണെന്നേ കരുതിയുള്ളൂ. ഇതിപ്പോൾ കുടുംബം മുഴുവൻ തല കുനിച്ച് നടക്കേണ്ട അവസ്ഥയാണല്ലോ വരുത്തി വെച്ചേക്കുന്നേ. ഉമ്മ പറയുകയും കരയുകയും ചെയ്തു. ദേ തള്ളേ, തോന്നിവാസം പറഞ്ഞോണ്ടല്ലോ. അവൾ ചീറിയതും ഉമ്മയുടെ കൈ അവളുടെ കവിളിൽ മാറി മാറി വീണു. ഉരുമ്പെട്ടോളെ, കണ്ടവന്റെ കൊച്ചിനെയും വയറ്റിലിട്ടുകൊണ്ട് എൻ്റെ നേരെ കുരയ്ക്കുന്നോ നീ? ഇപ്പോ ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇതിൻ്റെ ഉത്തരവാദി ആരാണോ അവൻ്റെ ഒപ്പം പൊയ്ക്കോണം. ഇനിയും നിന്നെ ഇവിടെ വാഴിക്കാൻ കഴിയില്ല. ഇറങ്ങിപ്പോടി. ഉമ്മ ലച്ചുവിൻ്റെ മുടിയിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി. അവൾ വീഴാതെ ബാലൻസ് ചെയ്തു തന്നു. ഉമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ തലയിൽ പമ്പരം പോലെ കറങ്ങി. ഒരു നിമിഷം അവൾ ഉള്ളിൽ കണക്കുകൂട്ടലുകൾ നടത്തി. അതോടെ അവളുടെ മുഖത്ത് ഞെട്ടൽ. അവൾ പെട്ടെന്ന് അകത്തേക്ക് ഓടാൻ തുടങ്ങി.
നിക്കടി അവിടെ! ഉമ അലറിക്കൊണ്ട് അവളെ പിന്നാലെ പാഞ്ഞു. അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളി. വഴിപിഴച്ച നീ ഇനി തറവാട്ടിൽ കാല് കുത്തരുത്. ഇങ്ങനെയൊരു ജന്മം എൻ്റെ വയറ്റിൽ തന്നെ വന്നു പിറന്നല്ലോ മഹാദേവ. വല്യമ്മേ, എന്താ ഈ കാട്ടുന്നേ? ലച്ചു വെച്ച് എന്ത് ചെയ്തെന്നീ പറയുന്നേ? നിനക്കിവളെക്കുറിച്ച് അറിയില്ല ദേവു. ഇവൾ നശിച്ചു പോയി. അഹങ്കാരം മാത്രമേ ഉള്ളെന്നാ കരുതിയേ. പക്ഷെ ഇവൾ നമ്മളെയൊക്കെ ചതിച്ചു കളഞ്ഞു. ഇവൾ പ്രഗ്നന്റ് ആണ് ദേവു. വല്യമ്മേ! അതേ ദേവു, സത്യ ഞാൻ പറയുന്നേ. 2 മക്കളെ പ്രസവിച്ച് വളർത്തിയ ഒരു പെണ്ണാ ഞാനും. ഞാൻ തറപ്പിച്ച് പറയുന്നു, ഇവൾ പിഴച്ചുപോയി. ഇനിയും ഇവളെ കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല. വാടി ഇങ്ങോട്ട്! അവളെ റോഡിലേക്ക് തള്ളിക്കൊണ്ട് അവർ ഗേറ്റ് വലിച്ചടച്ചു. രോഹി, നീ എന്നെ ചതിച്ചു കളഞ്ഞു അല്ലേ? വരുന്നുണ്ട് ഞാൻ. നിന്റെ അവസാനം എൻ്റെ കൈകൊണ്ടാടാ. അതിനു മുന്നേ ഈ നശിച്ച ജന്മത്തെ ഒഴിവാക്കണം. അവൾ ഗേറ്റിനിടയിലൂടെ അകത്തേക്ക് നോക്കി. ദേ തള്ളേ, ഞാൻ പോയിക്കോളാം. എനിക്കെൻ്റെ ഫോൺ വേണം, പിന്നെ കുറച്ച് പണവും. ഇത് തന്നാ ഞാൻ ഇവിടുന്ന് ഈ നിമിഷം പോകും. ഇല്ലെങ്കിൽ അറിയാലോ എന്നെ. ദേവു, അവളുടെ സകല വസ്തുക്കളും എടുത്ത് പുറത്തിട്. അവക്ക് വേണ്ടത് എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ. ഉമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ അമ്മയുടെ ഹൃദയം വല്ലാതെ പിടച്ചുപോയി. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചുകൊണ്ടിരുന്നു. ഏട്ടത്തി! ആര്യയെ കണ്ടതും വലിയ നിലവിളിയോടെ അവരുടെ തോളിലേക്ക് ചാഞ്ഞു. ആര്യേ, അവൾ നമ്മളെ ചതിച്ചു കളഞ്ഞു ആര്യേ. അവൾ പിഴച്ചുപോയി. ഞാനൊരമ്മ എന്ന നിലയിൽ തോറ്റുപോയി ആര്യേ. അവരുടെ വേദന നിറഞ്ഞ സ്വരം കേട്ടതും ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ സംശയം ശരിയായിരിക്കുന്നു, അവൾ ഉള്ളിലോർത്തു. മഹി വേഗം ഡ്രസ്സ് മാറി തൻ്റെ കാറിൻ്റെ ചാവി എടുത്തു. അപ്പോഴാണ് ചന്തുവിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടത്. അവൻ അതെടുത്ത് പോക്കറ്റിൽ തിരുകി. അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി. അരുൺ ആണെന്ന് കണ്ടതും അവൻ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. മഹി, എന്താടാ? നീയും ചന്തുവും തമ്മി സൗന്ദര്യപ്പിണക്കം വല്ലതും ഉണ്ടായോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? അല്ലടാ, ഇന്ന് അമ്മ ആൻറ്റിയെ കാണാൻ പോയിരുന്നു. പോക്കിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു, അത് വഴിയേ പറയാം. അപ്പം നിന്റെ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അവർ നാട്ടിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു എന്നാ അമ്മ പറയുന്നേ. അപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ചിന്ന പിണക്കമായിരിക്കുമെന്ന്. അതാ നിന്നെ വിളിച്ചത്. മഹി ഞെട്ടിപ്പോയി. ചന്തു തിരികെ പോകാൻ തീരുമാനമെടുത്തോ? അതെന്തിനാ? എന്നോടുള്ള ദേഷ്യം കൊണ്ടാവുമോ? അങ്ങനെ അവൾ പോയാ? അവൻ്റെ നെഞ്ചടിപ്പ് വർദ്ധിച്ചു. എടാ, നിന്റെ അനിയത്തിയെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാനാ ടീച്ചർ അങ്ങോട്ട് പോയത്. ചെറു ചിരിയോടെ അവനത് പറയുമ്പോൾ മഹി വീണ്ടും ഞെട്ടി. അരുൺ, എന്നിട്ട് അവരെന്താ പറഞ്ഞത്? നിനക്കാ കുട്ടിയെ? അതിപ്പോ എൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള പെൺകുട്ടിയാണെന്ന് തോന്നി. ഇഷ്ടക്കേടില്ല. അരുൺ, ആ കുട്ടി ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അതാർക്കും അറിയില്ലെന്ന് മാത്രം. അവരുടെ തന്നെ അടുത്തുള്ള ശരത് എന്ന പയ്യനുമായി റിലേഷനിലാണവൾ. അതൊരു ടൈം പാസ് അല്ല അരുൺ. ആരുമില്ലാത്ത സമയത്ത് അവർക്ക് താങ്ങായി ആ ചെറുപ്പക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് നല്ല പഠിപ്പുണ്ട്. പക്ഷെ അവളെ വിട്ട് ദൂരെ ജോലിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് അവൻ നാട്ടിൽ തന്നെ ഓട്ടോ ഓടുകയാണ്. പല സ്ഥലത്തും ജോയിൻ ലെറ്റർ കിട്ടിയിട്ടും അവൻ അതൊക്കെ ഉപേക്ഷിച്ച് അവൾക്ക് വേണ്ടി മാത്രം ഉപേക്ഷിച്ച് കളഞ്ഞു. അവൻ അവളെ ജീവനാണ് അരുൺ. ഇക്കാര്യം ചന്തുവിനോട് പറഞ്ഞ് അവരുടെ വിവാഹം നടത്താനിരിക്കുകയാണ് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ മഹി. കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി എന്നത് സത്യമാണ്. അരുൺ, അപ്പോ ദേവൂട്ടിയോ? മഹിയുടെ ആ ചോദ്യം അരുൺ പ്രതീക്ഷിച്ചില്ല. എടാ, അത് നിനക്ക്? എനിക്കറിയാം അരുൺ. ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിലും അവളുടെ ഉള്ള് എനിക്കറിയാം. ഇമക്കുട്ടിയുടെ കാര്യം വച്ചിട്ടാണെങ്കിൽ അവൾ അതിലെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അരുൺ? പിന്നെ തെറ്റ് ചെയ്തവൻ ഇന്നീ ഭൂമിയിൽ ജീവനോടില്ല. കുഞ്ഞിലെ മുതൽ അവൾ ആഗ്രഹിക്കുന്ന നിന്നെ. മറ്റു പ്രോബ്ലംസ് ഇല്ലെങ്കിൽ നിനക്കവളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നീ അവളെ സ്വീകരിക്കണം അരുൺ. അവൾ പാവമാണ്. ഒന്നോർത്ത ഈ കുടുംബത്തിലെ സർവ്വ ഐശ്വര്യം അവളാണ്. നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ നടത്തിത്തരും ആർഭാടത്തോടെ നിങ്ങളുടെ വിവാഹം.
മഹി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കിപ്പോ എൻ്റെ പെണ്ണിനെ ഒന്ന് കാണണം. അവളോട് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട്. പിന്നെ വിളിക്കാംടാ. മഹി ഫോൺ കട്ടാക്കിക്കൊണ്ട് ചാവി മുറുകെ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? അതെ അങ്കിൾ, ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാ. പവിമോളെ ഇനി അവിടെ കാണിക്കാം. ഞങ്ങൾക്കാരുടെയും സ്വത്തോ പണമോ ഒന്നും വേണ്ട. ഇത്രയും വലിയ കുടുംബം ഉപേക്ഷിച്ച് അമ്മ വന്നത് ഞങ്ങളുടെ അച്ഛനെ അത്രത്തോളം ഇഷ്ടമായോണ്ടല്ലേ അങ്കിൾ. കഷ്ടപ്പാടിലും ഒരിക്കലും അമ്മ പറഞ്ഞിട്ടില്ല അമ്മയുടെ ഭൂതകാലം. കുടുംബ മഹിമയോ സ്വത്തോ പ്രതാപമോ ഒന്നും ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. ഞാനതൊക്കെ അറിഞ്ഞു എന്ന് അമ്മ അറിയുകയും വേണ്ട. ഞങ്ങൾക്കിവിടെ ശരിയാകില്ല അങ്കിൾ. പോവാ, ഇനി ഇവിടേക്കില്ല. മോളെ, അപ്പൊ മഹിയോ? നീ പോയാ അവന് സഹിക്കാൻ കഴിയില്ല. അവളൊന്ന് ചിരിച്ചു. ഇല്ല അങ്കിൾ, മഹിയേട്ടന് അങ്ങനെ ഒരു വിഷയവുമില്ല. അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വെറുതെ പേരിനൊരു എഗ്രിമെൻ്റ് മാരേജ്, അത്രയുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് ഞാൻ അവിടെ നിറങ്ങി വന്നപ്പോൾ കഴിഞ്ഞു. മോളെ, അതങ്ങനെയല്ല. നിന്നെ അവന് ജീവനാണ്. പവിമോളുടെ സർജറി നീ അറിയാതെ എൻ്റെ പേരിൽ നടത്തിയത് അവനാ. എൻ്റെ മഹി, നിങ്ങളാരും ഒന്നും അറിയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. പോരാത്തതിന് ഈ വീട് അമ്പിയുടെ പേരിലാക്കി കഴിഞ്ഞു. ആരും ഒന്നും അറിയരുതെന്നവന് നിർബന്ധമുണ്ട്. പാറുമോൾക്ക് അഡ്മിഷൻ റെഡിയാക്കിയത് അവനാ. നിന്റെ ചെറിയ ചെറിയ സന്തോഷം വിഷമം ഒക്കെ അവൻ്റേത് കൂടിയാ. മോളെ, അവൻ അത്രയ്ക്ക് പാവുക. മോക്കറിയോ, എൻ്റെ മഹി ഒന്ന് ചിരിച്ചു കണ്ടത് നീ വന്നതിന് ശേഷമാ. എനിക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ്. അവന് നിന്നെ ഇഷ്ടമാണ് മോളെ. അങ്കിൾ, കേട്ടതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ അവൾ ഞെട്ടലോടെ നിന്നു. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്കോടി. മോളെ, ഞാൻ എൻ്റെ മഹിയേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം അങ്കിൾ, വിളിച്ചു പറഞ്ഞുകൊണ്ടോടി അവളെ നോക്കി അയാൾ പുഞ്ചിരി തൂകി. എന്നാൽ റോഡിലേക്ക് ഓടിയിറങ്ങിയ അവളുടെ മുന്നിലായി ഒരു ഓമിനി വന്ന് ബ്രേക്കിട്ട് അവളെ ഉള്ളിലേക്ക് വലിച്ചിട്ട് പാഞ്ഞുപോയി.